വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യേശു നിശ്ചഞ്ചലനായി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10 അധ്യായം 49 വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്നു പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. ബർത്തിമായുടെ നിലവിളി കേട്ടപ്പോൾ കർത്താവായ യേശു അനുകമ്പയോടെ നിന്നു. അവൻ അവന്റെ പ്രാർത്ഥന കേട്ട് അവന് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചു. എങ്ങനെയെങ്കിലും ബർത്തിമായി തന്റെ അടുക്കൽ വരണമെന്ന് ഉറപ്പുവരുത്താൻ കർത്താവായ യേശു നിശ്ചഞ്ചലനായി. അവൻ നിശ്ചഞ്ചലമായി നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ആവശ്യമുള്ളവരെ അവന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ അവന് സഹപ്രവർത്തകരെ ആവശ്യമുണ്ട് എന്നാണ്. ശീമോൻ പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് അന്ത്രയോസ് ആയിരുന്നു. എന്തൊരു അത്ഭുതകരമായ കൂടിക്കാഴ്ചയായിരുന്നു അത്! കർത്താവായ യേശു ഷീമോനെ കേഫാസാക്കി മാറ്റി. ഞാങ്ങണ പോലെ ആയിരുന്ന ഷീമോൻ പാറ പോലെ പത്രോസായി മാറി. ജന്മന കുരുടനായിരുന്ന ഒരു മനുഷ്യന് അവന് കാഴ്ച തിരികെ നൽകി. അവൻ ദുഃഖിതരെ സന്തോഷമുള്ളവരാക്കി മാറ്റി. അവൻ കണ്ണുനീർ തുടച്ച് സന്തോഷമാക്കി മാറ്റി. അതുപോലെ മനസ്സിൽ അന്ധത ബാധിച്ചവരെ വെളിച്ചത്തിന്റെ മക്കളാക്കി മാറ്റും. അവൻ നിങ്ങൾക്ക് അത്ഭുതകരമായ പ്രകാശത്തിന്റെ ഹൃദയം നൽകും. അന്ന് സോതോമിന്റെ നാശത്തിൽ നിന്ന് ലോത്തിന്റെ കുടുംബത്തെ പുറത്തെടുക്കാൻ 2 ദൂതന്മാർ വേണ്ടി വന്നു. തിരുവെഴുത്ത് പറയുന്നു, അവൻ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പുരുഷന്മാർ അവന്റെ കൈയും ഭാര്യയുടെ കൈയും അവന്റെ 2 പെൺമക്കളുടെ കൈയും പിടിച്ച് യഹോവ അവനോട് കരുണ കാണിച്ച് അവരെ പുറത്തു കൊണ്ടുവന്ന് നഗരത്തിന് പുറത്ത് നിർത്തി എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 16 വാക്യത്തിൽ കാണാൻ സാധിക്കും. പാപവും നിയമവിരുദ്ധവുമായ ലോകത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാനും ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകാനും ദൈവത്തിന്റെ ദാസന്മാർ ആവശ്യമാണ്. എല്ലാ ഇസ്രായേൽ മക്കളെയും മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് മോശയെ ആവശ്യമായിരുന്നു. പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിച്ചപ്പോൾ മിസ്രൈമിലെ ഭരണാധികാരിയായ ഫറവോൻ അവരെ പറഞ്ഞയച്ചു. മോശയുടെ നേതൃത്വത്തിൽ അവർ മിസ്രൈമിൽ നിന്ന് മഹത്വത്തോടെ പുറപ്പെട്ടു. ചെങ്കടൽ കടന്ന് കാനാൻ ലക്ഷ്യമാക്കി വിജയിച്ചു. മിസ്രൈമിലെ സോതോമിലെ പാപത്തിലും അനീതിയിലും മുഴുകിയിരിക്കുന്ന ജനങ്ങളെയും സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പിതാവ് തന്റെ ഏകജാതനായ യേശുവിനെ അയച്ചു. അവൻ നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്കും പിതാവിന്റെ സ്നേഹത്തിലേക്കും നയിക്കുന്നു. അന്ന് എരിഹോയിലേക്കുള്ള വഴിയിൽ പരിക്കേറ്റ ഒരാളുടെ മുറിവിൽ എണ്ണയും വീഞ്ഞും ഒഴിച്ച് സത്രത്തിന്റെ അടുത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു നല്ല ശമരിയക്കാരനെ ആവശ്യമായിരുന്നു. ഇന്നും സ്വർഗീയ പാതയിൽ നമ്മെ നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു. ദൈവാത്മാവിന്റെ ഉദ്ദേശം നമുക്ക് കൃപയുടെ മേൽ കൃപയും ശക്തിയുടെ മേൽ ശക്തിയും നൽകുകയും മഹത്വം അവകാശമാക്കുകയും നമ്മെ നിത്യദേശത്തേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ്. ദൈവമക്കളെ, നിങ്ങൾ അനേകം ആത്മാക്കളെ കർത്താവിലേക്ക് കൂട്ടിച്ചേർക്കുന്നവരായിരിക്കണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സദൃശ്യവാക്യങ്ങൾ 11 അധ്യായം 30 വാക്യം. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 79, 80 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 11 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.